ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. സോറി, ഇപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ഗായ്സ്. ബിക്കോസ് ഞാൻ ഉറങ്ങി എണീക്കാൻ ലേറ്റായി. ഫാമിലി റിലേറ്റീവ്സൊക്കെ വന്നുകൊണ്ട് നമ്മളിന്ന് രാത്രിയൊക്കെ ഫുൾ സംസാരങ്ങളൊക്കെ ആയതുകൊണ്ട് ഉറങ്ങി എണീക്കാൻ ലേറ്റായി. ഞാൻ ഇതായി കിച്ചൻ വരെ ഒന്ന് പോയി നോക്കുമായിരുന്നു, എന്തെങ്കിലും വയറ്റിന് വിശപ്പടക്കാനുണ്ടോ എന്ന്. സംഭവം അവിടെ ഭയങ്കര സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചൂലൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോഴാണ് എൻ്റെ കസിൻ പറഞ്ഞത്, വാ നമുക്കൊരു പണിയുണ്ട്, ചിക്കൻ മേടിക്കാൻ പോകാമെന്ന്. അപ്പോൾ വേഗം ഞാൻ ഫ്രഷായി റെഡിയായി ചിക്കൻ മേടിക്കാൻ പോകാൻ നിൽക്കുകയാണ് ഗൈസ്. പുറത്താണെങ്കിൽ ഒടുക്കത്ത വെയിലും. അങ്ങനെ വണ്ടി എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ വെയിലത്ത് കൈയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫേസ് എങ്ങാനും കരിയുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് കണ്ണാടിയൊക്കെ ഒന്ന് ശരിയാക്കി. സംഭവം ഞാൻ വണ്ടിയിലുള്ള കണ്ണാടി യൂസ് ചെയ്യണം, ബാക്കിലുള്ള വണ്ടി കാണാനല്ല, എന്നെ കാണാനാണ്. അങ്ങനെ ചിക്കൻ കടയിലെത്തി. അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഗൈസ്. എന്നാലും തിന്നുമ്പോൾ അത് ഓർമ്മ വരില്ലെങ്കിലും എന്നാലും വീട്ടുകളൊക്കെ കാണുമ്പോൾ ആ ഒരു സങ്കടം എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെട്ടണ കണ്ട ഞാൻ എന്തായാലും കഴിക്കില്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീടെത്തിയപ്പോൾ എൻ്റെ ഫേസൊക്കെ ഗായ്സ് ഫുൾ അങ്ങോട്ട് ടാൻ അടിച്ച് ഡള്ളായി. ഇനിയിപ്പോൾ ആ ഒരു സങ്കടം മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെറുതെ കണ്ണാടി പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ടാൻ സ്കിന്നാണ്. അപ്പോഴാണ് എനിക്കൊരു റെമഡി ഓർമ്മ വന്നത്. എൻ്റെ ഫ്രണ്ട് റിതു അവൾ ടാൻ മാറാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു റെമഡീസ് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് പോവാണ്. ആദ്യം 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് ഞാനത് തിളപ്പിക്കാൻ വയ്ക്കാൻ. അപ്പോൾ ഉമ്മാൻ്റെ ഒരു ഡയലോഗ്, അത് വലിയ ഗ്യാസാണ്, അതിൽ വെക്കരുത്, ആ കുഞ്ഞു ഗ്യാസിൽ വെക്കുന്നത്. അപ്പോൾ ഓക്കെ, എന്നാൽ കുഞ്ഞു ഗ്യാസ് എങ്കിൽ ഗ്യാസ് അതുകൊണ്ട് അതിൽ കയറി വെച്ചു. അതിന് ഗ്യാസ് എന്നല്ല പറയാം, ഓക്കെ എന്തോ വട്ടവർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗ്യാസ്. അങ്ങനെ റാഗി പൗഡർ, ഞങ്ങളിവിടെ കോറ എന്ന് പറയും. അപ്പോൾ അത് ഇട്ടിട്ടാണ് അതും ആ പാലിൽ കുറുകി വരാവുന്ന അളവിൽ അതിടുക. എന്നിട്ട് നമ്മളത് കൈവറാവണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുക. കട്ട പിടിക്കാതെ നോക്കുക, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കട്ട പിടിക്കരുത്. അതിന് ശേഷം അത് ഈ ഒരു പാകത്തിലാവുമ്പോൾ ഈ സ്റ്റിക്കി ഫീലിൽ വരുന്ന സമയത്ത് നമ്മൾ സിമ്മാക്കി എടുക്കുക, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് വിടുക. അങ്ങനെ അതെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ചൂടാറിയ ശേഷം മാത്രം ബൗളിലേക്ക് മാറ്റാം. അപ്പോഴത്തേനും കുറച്ചും കൂടി ഒരു തിക്കായ കൺസിസ്റ്റൻസി കിട്ടും. അങ്ങനെ അതിലേക്ക് മാറ്റിയ ശേഷം അങ്ങനെ ബൗളിലേക്കൊക്കെ ആക്കി. ഞാനാണെങ്കിൽ ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാതെ എല്ലാം എടുത്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് എനിക്കങ്ങനെ എന്താ പറയുക, ഒരിത്തിരി പോലും വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പം അമ്മായിൻ്റെ ഡയലോഗ്, ഇതൊക്കെ വെറും മുടായ്പല്ല തസ്നിമോളെ, ചുമ്മാ നീ ചെയ്തുകൊണ്ടിരിക്കണമല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മായി അല്ല അമ്മായി, ഇത് നല്ലൊരു റെമഡിയാണ്, നിങ്ങളും കൂടി യൂസ് ചെയ്ത് നോക്കി, ഇതെന്തായാലും ഒരു ഫേക്ക് അല്ല എന്നുള്ളത്, വീഡിയോയ്ക്ക് മാത്രമല്ല എന്ന്. അപ്പോൾ അമ്മായി പറഞ്ഞു, എന്നൊരു കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചോളുണ്ടു, ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് വേണം നിൻ്റെ അതിന് റിവ്യൂ ഇടാൻ. അപ്പോൾ സന്തോഷം ഗൈസ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളതിൽ കുറച്ച് കോഫി പൗഡർ, ഞാൻ ആ ഒരു പാക്കറ്റ് അളവിലാണ് കോഫി പൗഡർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനത് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതിലുള്ള ആ കട്ടടക്കം അതൊന്ന് കുറച്ചും കൂടി ഒന്ന് മെൽട്ടായി പോകും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ മിക്സ് ചെയ്യാൻ ഞാൻ തന്നെ ഉള്ളൂ ഗൈസ്. ഉമ്മയാണ് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മതിയാ, ഓഫാക്കട്ടെ ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. നിൽക്കും മദർ, ഇതൊന്ന് സെറ്റാവട്ടെ, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നതെന്നുള്ള ഡയലോഗ് അടിയിലൊക്കെയാണ്. അതങ്ങോട്ട് ഇളക്കി കഴിഞ്ഞു. അവസാനം നാരങ്ങ എടുത്ത് പിഴിഞ്ഞു. അപ്പത്തിന് ഉമ്മ ഫോൺ എൻ്റെ അടുത്ത് തന്നിട്ട്, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പിടിച്ചാൽ മതി കൊണ്ട് പോയി. അങ്ങനെ ഇളക്കി തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഞാൻ കഷ്ടപ്പെട്ട് ഇളക്കുന്നതാണ് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇളക്കുന്ന ഇടയിൽ ബൗളൊക്കെ ഇളകുന്നുണ്ട്. അങ്ങനെ സാധനം റെഡിയായി. അത് നമുക്ക് ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് ഒരു കാര്യം പറയാം, ഇപ്പം പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം, അത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം ഇതിലുള്ള എല്ലാ പ്രൊഡക്ട്സും എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. ചില സെൻസിറ്റീവ് സ്കിൻ, ഇപ്പം ഞാൻ പറഞ്ഞ റിതു, അവളുടെ സ്കിന്നിൽ റിസൾട്ട് ഉണ്ടായ ടാൻ പോയി, സ്കിൻ ബ്രൈറ്റായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പിമ്പിൾസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം ഉണ്ടാവും. എല്ലാ സ്കിന്നിനും സെറ്റാണെന്നില്ല. ഞാനത് കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്തു. ബിക്കോസ് എനിക്കത് വലിയൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. ഞാൻ മുന്നേ അപ്ലൈ ചെയ്തപ്പോഴും എനിക്കിത് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എനിക്കൊരു സ്ഥിരം റെമഡിയായി എടുത്തു. ഒരു ഫേസ് വാഷ് ചെയ്തപ്പോഴേ നല്ല ബ്രൈറ്റ് ചെയ്തു. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത്.
മുഖമൊക്കെ തുടച്ചു. എന്നിട്ട് ദേ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു മാറ്റമാണ് തോന്നുന്നത്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം യൂസ് ചെയ്യണു. പക്ഷെ അതിനേക്കാൾ ഇപ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ നന്നായിട്ട് സ്കിന്ന് ഗ്ലോ ആയ പോലൊക്കെ ഒരു ഫീൽ കിട്ടി. എനിക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം ഞാൻ ഇപ്പോഴും പറഞ്ഞു യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. അപ്പോഴാണ് ഒരു കാര്യം എടുത്ത ലിപ് ബാം. ഇതും ഹോം മെയ്ഡ് ലിപ് ബാമാണ് ഗൈസ്. നെയ്യും കുങ്കുമപ്പൂവൊക്കെ ചേർത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ലിപ് ബാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വരും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണ്, ഇതെങ്ങനെ മേക്ക് ചെയ്യാമെന്ന് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇത് നമ്മുടെ ലിപ്സ് പിങ്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ ഈ ലിപ് ബാം എന്നെ സഹായിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ മാത്രമല്ല നല്ല മോയ്സ്ചറൈസിങ് ആണ്. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ലൊരു ലിപ്സ് തന്നെ കൊണ്ടുവരും ഇത്. ഈ ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ലവ് യു ഓൾ.